അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹയ്യാക്കുമുല്ലാഹ് വബയ്യാക്കും മർഹബൻ ബിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് അൽഫുർസ ലോഞ്ച് കാണിച്ചു തരേണ്ടതെന്ന്. അപ്പോൾ ജിദ്ദയിലാണുള്ളത്. ജിദ്ദയിലെ ഡൊമസ്റ്റിക് അൽഫുർസ ലോഞ്ചിലാണ് ഉള്ളത്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ദമ്മാം വഴി വരാനുള്ള പ്ലാനായിരുന്നു. ആദ്യം ദമ്മാമക്ക് നാട്ടിൽ നിന്ന് ഇൻഡിഗോ ടിക്കറ്റ്, പിന്നെ ദമ്മാമക്ക് റേറ്റ് കുറവാണല്ലോ, അതുകൊണ്ടാണ് ദമ്മാമക്ക് എടുത്ത് പിന്നെ അവിടുന്ന് അൽഫുർസാൻ മൈൽസ് ഉണ്ട്. അൽഫുർസാൻ മൈൽസ് പറഞ്ഞാൽ നമ്മൾ സൗദിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഇങ്ങനെ ആഡാവും. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അതിനാണ് മൈൽസ് എന്ന് പറയുക, ആ പോയിൻറ്റ്സിന്. അപ്പോൾ അത് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയിൽ മൈൽസ് ഉണ്ട്. കുറച്ച് പൈസ നമ്മൾ കൊടുക്കണം, ഒരു 200 ചില്ലറ റിയാൽ കൊടുക്കണം. പിന്നെ അങ്ങനെ ബിസിനസ്സിന് പൊതുവെ എക്കോണമീൻ്റെ റേറ്റ് അതിനെക്കാട്ടി കുറവ് അങ്ങനെ എന്തോ കണ്ട്, അങ്ങനെയാണ് ബിസിനസ് എടുത്തത്. ദമ്മാമിന്ന് റിയാദ്, പിന്നെ റിയാദിൽ നിന്ന് മദീന, അങ്ങനെ എടുത്ത് തിരിച്ചു വരുമ്പോൾ 2-ാം തീയതിക്ക് ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅൽ. അങ്ങനെയാണ് എന്തായത് ഫ്ലൈറ്റ് ക്യാൻസലായത്. ഫ്ലൈറ്റ് ദമ്മാമക്കുള്ള ക്യാൻസലായി. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനൊരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോണത്. അപ്പോൾ എക്സാം നീട്ടിവെച്ച്. അപ്പോൾ ഡേറ്റ് മാറിയോണ്ട് റിട്ടേൺ മാറിയോണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ ഒരു 100 റിയാലും കൂടി എക്സ്ട്രാ ആയി ഈ ദമ്മാമെന്നുള്ള. അങ്ങനെയാണ് പിന്നെ ദമ്മാമുള്ള ഫ്ലൈറ്റും ക്യാൻസലാണ്. അങ്ങനെ പിന്നെ ജിദ്ദയൊക്കെ എടുത്തത്. അപ്പോൾ ദമ്മാമെന്ന് മദീനത്തേക്ക് കണക്ഷൻ വഴിയുള്ള അതെന്ത് മാറ്റിയിട്ട് എന്താക്കി, നേരെ ജിദ്ദയെന്ന് മദീനത്തേക്ക് ആക്കി. അതിന് പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുത്ത വിശേഷങ്ങൾ, എല്ലാം ഹയറിന്. അപ്പോൾ നമുക്ക് ദമ്മാമും റിയാദും രണ്ടും എക്സ്പീരിയൻസ്. ദമ്മാമിൽ ഇതുവരെ പോയില്ല, ദമ്മാം എയർപോർട്ടിൽ ഇതുവരെ പോയില്ല. പിന്നെ അവിടുത്തെ ലോഞ്ച് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജിദ്ദയിൽ ഇവിടെ മുമ്പ് കയറിയാണ്, ഡൊമസ്റ്റിക്കിൽ കയറിയാണ്, ഇൻ്റർനാഷണലിൽ കയറിയാണ് ജിദ്ദയിൽ. അതേപോലെ റിയാദിൽ ഡൊമസ്റ്റിക് കയറി ഉണ്ടാവും, ഇൻ്റർനാഷണൽ കയറി കറക്റ്റ് ഓർമ്മയില്ല ലോഞ്ച് ഇവിടുത്തെ. അപ്പോൾ ജിദ്ദയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ദമ്മാം റിയാദുമാണ് ഇന്ന് ഈ പ്രാവശ്യം കാണിച്ചു തരുമെന്ന് വിചാരിച്ചു, പക്ഷേ നേരത്തെ ജിദ്ദായിപ്പോയി. ഹൈർ അൽഹംദുലില്ലാഹ്. അപ്പോൾ ജിദ്ദയിൽ നമുക്ക് വിശേഷങ്ങൾ പരിചയപ്പെടാം. എന്തായാലും അൽഫുർസാൻ ലോഞ്ച് ഗിംബിലൊരു സുഖമല്ലല്ലേ, നമുക്ക് ഓരോന്നോരോന്നായി കാണാം. സംഭവം സെറ്റാട്ടോ, ഭയങ്കര എക്സ്പീരിയൻസാണ് അൽഹംദുലില്ലാഹ്. പിന്നെ മാഷാ അല്ലാഹ് തബാറക റഹ്മാൻ, ഓരോ സിറ്റിംഗ് ഏരിയ ആയാലും, പിന്നെ ഓരോ സൗകര്യങ്ങളായാലും, ഭക്ഷണമായാലും, പിന്നെ പ്രെയർ റൂം, ബാത്റൂം, എല്ലാം നല്ല സെറ്റാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്കും ചെറിയ വ്യത്യാസം ഉണ്ടാവും. പൊതുവെ ഇൻ്റർനാഷണൽ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും, സൗകര്യങ്ങളുണ്ടാവും. എന്നാലും ഡൊമസ്റ്റിക് മോശമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക്കിൽ ഓരോന്ന് കാണാം. എല്ലാ ഭാഗങ്ങളും എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നതല്ല, കാരണം ആൾക്കാരുണ്ടാവും, ലേഡീസ് ഉണ്ടാവും. അപ്പോൾ ചില പ്രയാസങ്ങൾ. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മളെ ഇത് വെച്ചിട്ട് കയറാം, നമ്മളെ ബോർഡിംഗ് പാസ് വെച്ചിട്ട് കയറാം. പിന്നെ ആർക്കൊക്കെയാണ് ഇത് കിട്ടല്, ഒന്ന് ബിസിനസ് ക്ലാസ്സിന് കിട്ടും, അതേപോലെ ഫസ്റ്റ് ക്ലാസ്സിന് കിട്ടും. അതുപോലെ അൽഫുർസാൻ്റെ നമ്മൾ യാത്ര ചെയ്ത് നമ്മളെ ഗ്രേഡ് സിൽവറും ഗോൾഡ് ആയിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടും. പിന്നെ ഇവിടെ ലഗേജ് റൂമുണ്ട്, പിന്നെ സ്കൈ സെയിൽസോ എന്ത് സംഭവം. എന്തായാലും ഇവിടെ കുറച്ച് അഫർ പെർഫ്യൂം ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ വാഷ്റൂം, അബ്ലൂഷൻ ഏരിയ. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ വുമൺസിൻ്റെത്, അതേപോലെ പ്രയർ റൂം, വാഷ്റൂം. അതേപോലെ ഇതിവിടെ മെൻസിൻ്റെ വാഷ്റൂം. കിമ്പലേതായാലും നോക്കു ഓക്കെ. അപ്പോൾ വാഷ്റൂമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ സംഭവം നല്ല എല്ലായിട്ടുള്ള പലോട്ടം. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ, കാരണം പെട്ടെന്ന് നിൽക്കുന്നുണ്ട്. മറ്റേ കുറച്ചും കൂടി വെള്ളം വന്നിട്ട് കുറച്ച് വെള്ളം വേസ്റ്റ് ആവും. ഓട്ടോമാറ്റിക് ആയാലും ഇതേപോലെ പ്രസ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നിൽക്കുന്നതായാലും
നമ്മൾ കൂട്ടാതെ തന്നെ നിൽക്കണതായാലും കുറച്ച് വെള്ളം കുറേ വേസ്റ്റ് ആവില്ല സാധാരണ കാണും. അപ്പോൾ നമ്മൾ എടുത്ത് ഇതാ അപ്പം തന്നെ നിൽക്കുന്നുണ്ട്, നല്ലൊരു ഇതായി തോന്നും. പിന്നെ ഹാൻഡ് വാഷ്, അതേപോലെ തന്നെ എന്താ പറയുക, ഇതിനെന്തെങ്കിലും പറയുക, നമ്മൾ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് പറയുമ്പോൾ കൈ കഴുകണതിൻ്റെ മുമ്പുള്ള അല്ലേ, എന്താ പറയുക, ഹാൻഡ് ലോഷൻ ശേഷമുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് പ്രയർ റൂമിൻ്റെ അവിടെ കയറാം. അവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്താ പറയുക, ചെരുപ്പ് ഷൂ ഒക്കെ വെക്കാൻ ഇങ്ങനെ റാക്കുണ്ട്. പിന്നെ വുളു എടുക്കണ ഏരിയ, പിന്നെ തൂക്കാണ്ട് ഫുൾ ഡീറ്റെയിലായി കാണിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. വുളു എടുക്കാനും പിന്നെ ടിഷ്യൂ ഉണ്ട്, അത് ഐറ്റംസ്. ഇതാണ് പേർ ഒന്ന് വരണത് മുസല്ലത, ഏകദേശം ഒരു ഇത്ര വലുപ്പമുണ്ടാവും. പിന്നെ ഇപ്പം നമുക്ക് പ്രയർ റൂമിൽ നിന്ന് ഇറങ്ങാം. ഇനി ഇത് കാണാം. ഇതെങ്ങനെ സംഭവിച്ചാൽ നമ്മളെ ഷൂ എന്താക്കാം, ക്ലീൻ ആക്കാം. ഇപ്പോൾ ഇതാണ് ഈ സംഭവം. ഓക്കെ, ഇനി നമ്മൾ ഓരോ സ്ഥലങ്ങൾ വെച്ചാൽ ഇവിടെ എങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്കാരുണ്ടായതുകൊണ്ടേ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കോഫി ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്, പ്ലഗ് ഉണ്ട്. അപ്പോൾ ഒരു നമുക്ക് സുഖമായിട്ടിരുന്ന് വർക്ക് ചെയ്യാനും ഇരുന്ന് വായിക്കാനും ഒക്കെ പറ്റിയൊരു ആംബിയൻസാണ്. പിന്നെ ബീവറേജ് കൗണ്ടർ, മഷ്റൂബാത്ത് ബീവറേജ് എന്ന് പറയുമ്പോൾ ഹറാം. അത് നമുക്ക് ഈ അൽഫുർസാമിൻ്റെ ലോഞ്ച് കയറുമ്പോൾ, അതേപോലെ സൗദിൻ്റെ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പ്ലസ് പോയിൻ്റാണത്. നമുക്ക് ഒരിക്കലും ഒരു നേരക്കും നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഉണ്ടാവുമോ, നമുക്കൊരു ചടപ്പണി കയറില്ല. അപ്പോൾ നമ്മൾ ഒരു ലോഞ്ച് കയറുമ്പോൾ അപ്പുറത്ത് നമ്മളെ ഏരിയയിലല്ല, പക്ഷെ അപ്പുറത്താണെങ്കിൽ തന്നെ നമുക്കൊരു സുഖം തോന്നില്ല കള്ളിലൊക്കെ. പക്ഷേ മറിച്ച് പറയുക ഫ്ലൈറ്റിലായാലും ഒന്നും കള്ള് വിളമ്പില്ല. അത് കള്ള ഐറ്റംസ് ആണോ നമുക്ക് പറയുമ്പോൾ ഒന്നും പേടിക്കൊന്നും വേണ്ട, സ്ഥിരമായിട്ട് നമുക്ക് കൊടുക്കുന്നത് കഴിക്കാം. അപ്പോൾ ഇവിടെ വെള്ളം ചെറുപ്പത്തിൽ തണുപ്പുണ്ടാകുന്നത് എന്തോ വർക്ക് ചെയ്യണ തോന്നുന്നുണ്ട്, തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കണം പൊതുവെ. പിന്നെ ഇവിടെ കോഫി മെഷീൻ ഉണ്ട്, ഒരു കാപ്പിച്ചിനോ എക്സ്പ്രസ്സോ സൂപ്പർ അങ്ങനത്തെ ഐറ്റംസൊക്കെ അതിലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് സെർവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഗഹുവൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഗഹുവൻ്റെ ഏരിയ കാണിച്ചു തരാം. ഇവിടെ ഇതേപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കോഫീൻ്റെ സെറ്റപ്പ് ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഒന്നിലധികം സ്ഥലങ്ങളിലുണ്ട് കേട്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഫുഡ് കഴിക്കാം, നമുക്ക് ബുക്കറ്റും ലാപ്പറ്റൊക്കെ അവിടെ ഇരിക്കാം. പിന്നെ ഫുഡിൻ്റെ ഏരിയ അവിടെയാണ്, നമുക്ക് കണ്ടു പോവാം. എൻ്റെ മുമ്പായി ഗഹുവ സെറ്റ് സൗദിയാള ഇത് ഒഴിവാക്കിയിട്ടുള്ളൊരു കളികളില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് വെച്ചാൽ ഈത്തപ്പഴം, ഇത് കുറേ ഇതിനുള്ളിൽ തന്നെ ഫില്ലാക്കിയെന്ന് അറിയില്ല, കുരു ഒഴിവാക്കിയിട്ടുണ്ടോ എന്തായാലും സാധ്യത ഉണ്ട്, നോക്കിയാവട്ടെ. അതിൻ്റെ മുമ്പിൽ ഗഹുവ എടുക്കട്ടെ. പിന്നെ മാമൂല്, പല ഐറ്റം മാമൂല്. ഇതെന്താണ് ഷിസ്മാതി ക്ലീജ بسكوت هذه؟ لا تمر سمسم تمر يعني كمعمول ايوه. ഇതാണ് മറ്റേ ഇതിലുണ്ടായിരുന്നത് ഇഫ്താർ കിറ്റിൽ നോമ്പ് തുറണ്ട. പിന്നെ ഇത് ഊൾ വീറ്റാണ് കൊന്നാണ്, ഫുള്ളും ഗോതമ്പ് പറ്റുണ്ടാക്കിയ മാമൂല, ഹെൽത്തി.
അപ്പോൾ നമുക്ക് ഗഹ്വ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കുടിക്കാം. അത് അവരിങ്ങനെ ഒന്ന് എടുക്കുക സെർവ് ചെയ്ത് തരും ചെയ്യും കേട്ടോ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതെടുക്കുക, പാത്രം എടുക്കുക, പിന്നെ എല്ലാവർക്കും പറഞ്ഞാൽ ഇത് അമർത്താം, എന്നിട്ട് ഒഴിക്കാം. അതുപോലെ ഒഴിച്ചൊരു സെറ്റപ്പ് ഉണ്ട് ശരിക്ക്. സോറി എന്തെന്നല്ലേ ഇതിൽ കഴിഞ്ഞോ? ഉണ്ട് ഇത് കഴിഞ്ഞ് കുറവാ. ഇല്ല അടിയാണ് കുഴപ്പമില്ല. ഇതിലുണ്ട് ഓക്കെ. ഇതിൻ്റെ ഫ്ലാസ്കിന് കുറച്ച് വെയിറ്റ് ഉണ്ട്, അപ്പോൾ മനസ്സിലാവില്ല നമുക്ക് ഇതിലുണ്ടോ ഇല്ല എന്നാണ്. ഇതിലിങ്ങനെ നീട്ടി വയ്ക്കും. അതുപോലെ വലിയ ഒഴിക്കുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വെച്ചാൽ ഇവിടെ ഓരോ ഫ്ലേവേർഡ് ഉണ്ട് കേട്ടോ. ഫ്ലേവേർഡാണ് ഓരോന്നും. ഇത് ജിഞ്ചറാണ്, മറ്റേ എന്താണ് ഹറൺഫുൾ, ക്ലോവ്സ്, പിന്നെ ഇത് മറ്റേ ഹൈലാണ്, മറ്റേ എന്താ പറയുക, മലയാളം അറിയാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, സാധനം പെട്ടെന്ന് കിട്ടണില്ല. ഏലക്കായ, അപ്പോൾ പിന്നെ ജാഫറാൻ ഒക്കെ ഉണ്ടോ ഒരു ഫ്ലേവേർഡോ സാധനം ഉണ്ടോ ഫ്ലേവേർഡാണ്. ഗഹ്വ ഈത്തപ്പഴം കൂട്ടി തിന്നാൻ ഭയങ്കര രസം. പിന്നെ പറയുന്നത് ഓല് സെർവ് ചെയ്യണ ഒരു സിസ്റ്റം ഉണ്ടാകാൻ കാണിച്ചത്. എങ്ങനെ വെച്ചാൽ ഓല് കപ്പ് എടുക്കും, കപ്പ് ഒന്നായിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇടത്തെ കൈയ്യറ്റ് പിടിക്കേണ്ടത്, ഇടത്തെ കൈയ്യറ്റ് വലത്തെ കൈയ്യറ്റ് കപ്പ് പിടിക്കും. വലത്തെ കൈയ്യറ്റ് കപ്പകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇടത്തെ കയ്യിലായിരിക്കും എന്തുണ്ടാവുക, ഫ്ലാസ്ക് ഉണ്ടാവുക. എന്നിട്ട് വലത്തെ കയ്യിലേക്ക് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ഒഴിക്കും, എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു വലത്തെ കൈയ്യറ്റാണ് കൊടുക്കണേ, അപ്പോൾ നമ്മൾ വലത്തെ കൈയ്യറ്റ് വാങ്ങണം. കൊടുക്കലും വാങ്ങൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം, എപ്പോഴും വലത്തെ കൈയ്യറ്റാക്കാൻ ശ്രദ്ധിക്കണം പരമാവധി. അപ്പോൾ എന്താണ് ഒരു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതേപോലെ വേങ്ങിയിട്ട് കുടിക്കുമ്പോഴും ചില സിസ്റ്റങ്ങളുണ്ട്. നമ്മൾ വേങ്ങി ഇങ്ങനെ കുടിച്ചിട്ട് നമ്മൾ ഗ്ലാസ് പോലെ തിരിച്ച്, ഇപ്പോൾ ഡിസ്പോസിബിളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേസ്റ്റിലിടായിരിക്കും, അല്ലെങ്കിൽ മറ്റേ പൊട്ടുന്ന ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഒരു തിരിച്ച് വേകുമല്ലോ. തിരിച്ച് വേകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ തിരിച്ച് നേരെ കൊടുക്കരുത്. നേരെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് മതിയായിട്ടില്ല, ഇനി ഒഴിച്ചു തരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓല് നമ്മൾ അറബി വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റം മനസ്സിലാവും. ഓല് നമ്മൾ കൊടുക്കുക, നമ്മൾ തിരിച്ച് കൊടുക്കും, അതേപോലെ ഒരു ഫില്ലാക്കി തരും. അപ്പോൾ അസല് നമ്മളെ വിഭാഗത്ത് നമ്മളെ എന്താ പറയുക സൽക്കരിക്കണയിൽ ഓല് കുറവ് വരുത്തൂല. അത് സൽക്കരിക്കണമല്ലോ അസല്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, ഗ്ലാസ് കാലി ഗ്ലാസ് ആണെങ്കിൽ അത് കുലുക്കി കൊടുക്കാം. അപ്പോൾ കുലുക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഓർക്ക് മനസ്സിലായി ജന്തു വേണ്ട, ഗഹ്വ വേണ്ട. അപ്പോൾ നേരെ തന്നെ തിരിച്ച് നമ്മൾ സാധാരണ ഗ്ലാസ് കൊടുക്കണ വരെ നേരെ തിരിച്ച് വെക്കുമ്പോൾ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പിന്നെ ഒഴിച്ചു തരും. അപ്പോൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ നേരെ കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ ഒഴിച്ചു തരും. അതാണ് സിസ്റ്റം. പിന്നെ നമുക്ക് ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് നോക്കാം. ഈത്തപ്പഴം എടുക്കാം. പിന്നെ ടിഷ്യൂ, നമ്മുടെ നാട്ടിൽ ടിഷ്യൂ ഇല്ല എന്നല്ല, ഇപ്പോൾ സൗദി ഇന്ത്യ ഒരു കൾച്ചർ എന്താണ് പൊതുവെ ഇപ്പോൾ ടിഷ്യൂ ഉണ്ടാവും അവിടെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൈ കണ്ട ആവശ്യമല്ല, ടിഷ്യൂ തുടച്ചാൽ മതി. ചെറുതൊക്കെ ആണെങ്കിൽ ടിഷ്യൂ തുടച്ചാൽ മതി, അല്ല കുരുവില്ലാതെയാണ് സിസ്റ്റം. അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ കോഫി ഉണ്ട്, കോഫി കാണിച്ചു തരാം. ഫുഡിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ട് ഇതിലാടാക്കാം. പിന്നെ ഗഹ്വ കോഫിയൊക്കെ പൊതുവെ കയ്പ്പാണ് കാരണം. കയ്പ്പല്ല മീൻസ് മധുരം ഉണ്ടാകാതാവുമ്പോൾ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. കോഫി കയ്പ്പുണ്ടാവും, ഗഹ്വ കയ്പ്പ് എന്ന് പറയാൻ പറ്റില്ല, മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് മധുരട്ട കാര്യം ഉണ്ടാവും, അല്ല മധുരട്ട ഒരു നെഗറ്റീവ് എഫക്റ്റ് വരാം. ഇതെങ്ങനെ തന്നെ സിസ്റ്റം. ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഈത്തപ്പഴം കഴിക്കാം, മാമൂൽ അങ്ങനത്തെ ചോക്ലേറ്റ്സ്, അങ്ങനത്തെ മധുരമുള്ള മുട്ടായികൾ കഴിക്കാം. അപ്പോൾ ഒരു സുഖം കിട്ടും. അപ്പോൾ ഇതാണ് ഗഹ്വൻ്റെ ഒരു പ്രത്യേകത. ഗഹ്വ നമ്മൾ കോഫി കുടിക്കണ പോലെ തന്നെ, കോഫിയൊക്കെ തന്നെയാണ്, ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, ഒരേ വിഭാഗം തന്നെയാണ്. ഇതും കോഫി കുടിക്കണ പോലെ എന്താവും, ഒന്ന് എനർജി ആവും, ഒന്ന് എനർജറ്റിക് ആവും, ഉറക്കം പോവും. ഇതാണ് ഈ ഗഹ്വൻ്റെ ഇത്. അറബികൾക്ക് പോലെ എപ്പോഴും ഗഹ്വ അടിച്ചുകൊണ്ട് നിൽക്കും എല്ലാവരും. പിന്നെ നമ്മളിപ്പോൾ ഓരോ ഇപ്പോൾ
ഓഫീസുകളിൽ പോയാലും ഗഹുവയും അതിൻ്റെ ഒരു ഗഹു ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ടാവും ഗഹുവും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലാസ്കും സെറ്റപ്പൊക്കെ എടുത്തുണ്ടാവും. അപ്പോൾ നമ്മളെ കുല്ലിയിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു ഉസ്താദ്മാർ ചിലപ്പം ചിലവർ ഗഹു ആക്കിയിട്ട് ഗഹു അല്ലെങ്കിൽ കോഫിയൊക്കെ ആക്കിയിട്ട് ചിലപ്പം കൊണ്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സമയത്ത് പോലെ കുടിക്കുന്നുണ്ടാവും. ഒരു വീട്ടിൽ നിന്ന് ഫ്ലാസ്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവസ്ഥ നമ്മളൊരു ഉസ്താദ് ഒരു ചായൻ്റെ ആളാണ്. ചായയും മിൽക്കും അതേപോലെ തന്നെ കേട്ടോ. അവരിന്നും ഫ്ലാസ്കും ഗ്ലാസ്സൊക്കെ ആയിട്ട് വരാം ക്ലാസ്സിൽ. അത് വിചാരിച്ച് ഉസ്താദ് ക്ലാസ് ഗഹവ ഇതൊക്കെ എന്നാണ്ട് ചായയൊക്കെ ക്ലാസ് കൊണ്ടുവന്ന് ഇറങ്ങാണ്ട് കുടിക്കണേ. നമ്മൾ ഒരു പൊതുവെ നമ്മളെ നാട്ടിലെ ശൈലി വെച്ച് നോക്കുമ്പോൾ എന്തോ ഇതല്ലേ, അറബില ഉറപ്പില്ലാത്ത വിഷയമല്ല. അപ്പം പിന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം ഉസ്താദ് മാഷാ അല്ലാ വന്നാൽ തുടങ്ങും ക്ലാസ് എടുക്കൽ. ബാറക്കല്ലാഹു ഫീഹി. നല്ല ശബ്ദത്തിൽ എല്ലാവരും ആക്റ്റീവാക്കി, ആരും ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ വിളിക്കും. നല്ല രസമാട്ടോ, ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അടിപൊളി ക്ലാസ്സാണ്, അടിപൊളി ക്ലാസ്. ഇപ്പോൾ ഹദീസ് നമുക്ക് എടുത്തിരുന്നത്, കുറച്ച് ഹദീസാണ്. അതുമായി ബന്ധപ്പെട്ട് പല മസാലകളും ചർച്ച ചെയ്ത് ഭയങ്കര അടിപൊളി ക്ലാസ്സായിരുന്നു മാഷാ അല്ലാ. അപ്പോൾ ഒരാൾ തൊണ്ടയിട്ട് നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. ഓരോ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ ക്ലാസ് കേട്ടാൽ മതിയല്ലോ. ശരിക്കും ക്ലാസ് കേൾക്കുന്നതിനെക്കാട്ടി പ്രശ്നമായിട്ട് ക്ലാസ് എടുക്കാന്നുള്ളത്. ക്ലാസ് എടുക്കാന്നുള്ളത്. ഒന്നിലധികം മുഹാദറകൾ ഒരു ദിവസം ഉണ്ടാവും. എല്ലാത്തിലും തൊള്ള ഇട്ടിട്ട് ക്ലാസ് എടുക്കണ്ടേ. ശബ്ദത്തിന് എന്തായാലും പ്രശ്നം വരും. അങ്ങനെ പിന്നെ മനസ്സിലായത് ഒരു ഫ്ലാസ്കൊന്നും പോകാതെ തോന്നിപ്പോയി. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അറബികളെ ഒരു കൾച്ചറിൽ പെട്ടാണ്, ഒരു ഉറപ്പിൽ പെട്ടാണ് ഗഹ്വ, ഈത്തപ്പഴം, കോഫി. ഇനി നമുക്ക് ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഏരിയകളിലോടും കൂടി പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ച് പരിപാടി ഉണ്ട് കഴിഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ്, അതേപോലെ പുറത്ത് ഇങ്ങനെ, പിന്നെ ഇവിടെ കുറച്ച് ജേണൽസ്, പിന്നെ ഇവിടെ ടൈം കാണിക്കും ഓരോ ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ പിന്നെ ഇവിടെ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാൻ കഴിയും എപ്പോഴൊക്കെയാണ് നമ്മളെ ഫ്ലൈറ്റ്, എപ്പോഴാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. വിളിച്ചറിയും ചെയ്യും ലാസ്റ്റ് ടൈമിൽ. ഇവിടെ നോക്കാനും കഴിയും. പിന്നെ അവിടെ കിഡ്സിൻ്റെ ഏരിയ ഉണ്ട്, അവിടേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, ആൾക്കാരുണ്ട്. ഫുഡിൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഓരോ ക്രോസിൻ്റെ ഐറ്റംസ്, പിന്നെ ബ്രെഡ് കട്ട് ചെയ്യണ സാധനം കട്ടറിയില്ല കേട്ടോ. പിന്നെ ഓരോ ഷപ്പ, കച്ചപ്പ്, പിന്നെ സൈത്തൂൻ, ഒലീവ് എണ്ണ, ജാം, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ എന്താണ് സോൾട്ട്, പെപ്പർ, ടൂത്ത് പിക്ക്, ടിഷ്യൂ, കോൺഫ്ലെക്സ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ചോക്കബാർ, അങ്ങനെ സാധനങ്ങൾ. ഇവിടെ മെയിൻ ഫുഡിൻ്റെ ഏരിയ ഇവിടെയാണ്. നമ്മൾ പ്ലേറ്റ് ഇവിടെ നിന്ന് എടുക്കുക, ഓരോ ഫുഡാണ്. ചെമ്മീനല്ലേ, വെണ്ടക്ക, ചിക്കൻ തിക്ക മസാല, പിന്നെ റൈസ്, വെജിറ്റബിൾ ക്രീം സൂപ്പ്, പിന്നെ ഇവിടെ സ്പൂൺ, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ വെജിറ്റബിൾ സ്റ്റൂ, പാസ്ത, ഉമ്മാലിയാണിത്. ഉമ്മാലി പറഞ്ഞാൽ ഒരു ഐറ്റം ഡെസേർട്ടാ. ഉമ്മാലി ഉണ്ടാക്കാൻ സിമ്പിളാണ് ശരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ പാല്, പിന്നെ ക്രോസൻറ്റും പാല്, മിൽക്ക് മെയ്ഡ് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ സംഭവം. ഇത്ര പണിയൊന്നുമില്ല. പിന്നെ ഇവിടെ ഡെസേർട്ട് ഐറ്റംസ്, ബേക്ക്ഡ് ചീസ് കേക്ക്, പിന്നെ അതേപോലെ വേറെ ഐറ്റം കേക്ക് ഉണ്ട്, ഫ്രൂട്ട്സ്, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിലാ, പിന്നെ ചീസ് സ്ലൈസസ്, അസോർട്ടഡ് ചീസ് സ്ലൈസസ്. പിന്നെ ഇവിടെ 2-3 ഐറ്റം സാൻഡ്വിച്ച്, ഷവർമ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയം ഉണ്ടാവും. ഇവിടെ സെറ്റപ്പ് കേട്ടോ. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫെറ്റ ചീസ് ഉള്ളത്, അതിൻ്റെ സാലഡിലാണ് ചീസ് വെച്ചിട്ടുണ്ട്, ബട്ടർ, പിന്നെ മിൻറ്റ്, ഇതെനിക്ക് അറിയില്ല കേട്ടോ, മുസ്ബൽ, ജെയ്ത്തൂനി, അതെന്താ എനിക്കറിയില്ല. ഇത് സ്വീറ്റ് കോണ്, മറ്റേ ബീട്രൂട്ട്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഒലീവ് ഉണ്ട്, പിന്നെ ടൊമാറ്റോ ചെറി, സലച്ച, ജർജീർ, മഷ്റൂം, പംകിൻ സീഡ്സ്.
ഷാമ. പിന്നെ മൊസറല്ല സാലഡ്, കുക്കുംബർ, പിന്നെ ജർജർ, ലക്ടോസ്, ഹസ് ഉണ്ടല്ലോ. പിന്നെ ഇത് ജെയ്ത്തൂണല്ലത് കഴിക്കണം. പിന്നെ പല ഐറ്റം ഡ്രസ്സിങ്ങാണ്, ഇറ്റാലിയനോ അങ്ങനെ ഓരോ ഡ്രസ്സിങ് ഐറ്റംസ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഹലീബ്, ലബൻ, മറ്റേ സബാദി അങ്ങനത്തെ ഐറ്റംസ്, വെള്ളം, ഐസ് ടീ, പെപ്സി, 7up, ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ ഇതിലേ നെസ് പറഞ്ഞ ഇത് ഹലീബ് പറഞ്ഞ പാല്, ലബൻ എന്ന് പറയുമ്പോൾ തൈര്. ലബനും പാലിന് പറയും ശരിക്കും, പക്ഷെ അറബ് നാടുകളിലൊക്കെ ലബൻ എന്ന് പറഞ്ഞാൽ തൈരല്ല, തൈരും മോരിനും ഇടയിലെ സംഭവം. കട്ടി തൈരിൻ്റെ അത്ര തന്നെ കട്ടില്ല, മോരെന്ന് വേണമെങ്കിൽ പറയാം, മോര് പോലെ സംഭവം അതാണ്. അപ്പോൾ പാല് എന്ന് പറഞ്ഞാൽ ഹലീബ് പറഞ്ഞ പാല്, ലബൻ എന്ന് പറഞ്ഞാൽ തൈര്, മോര്. പിന്നെ തൈര്, കട്ടി തൈര് സബാദിയാണ്. സബാദി ഫ്രഷ് യോഗട്ട്. പിന്നെ വെള്ളമുണ്ട്. പിന്നെന്താ ഫ്ലേവേർഡ് യോഗട്ട് തോന്നുന്നുണ്ട്. ജ്യൂസ് അതിൻ്റെ ഓരോ ഫ്ലേവറുകളാണ്, ഓറഞ്ചും മിക്സ്ഡ് ഫ്രൂട്ടും ആപ്പിൾ അങ്ങനത്തെ. പിന്നെ ഇവിടെ ഇതുണ്ട് ഓറഞ്ച് ജ്യൂസും ഫ്രഷ് ലെമൺ ജ്യൂസും. പിന്നെ ഇവിടെ കോഫി സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഐസ് ക്യൂബ്, നമുക്കിവിടെ ഐസ് ക്യൂബ് കിട്ടും. ഐസ് ക്യൂബ് എടുത്തിട്ട് ഉദാഹരണത്തിന് ഇവിടെ ഗ്ലാസ് ഒക്കത്തിലും താഴെയാണ് കേട്ടോ ഓരോ പ്ലേറ്റും ഇതൊക്കെ ഉണ്ടാവുക. ജസ്റ്റ് കാണിച്ചു തരാം. ജ്യൂസ് നമ്മളിങ്ങനെ എടുക്കാം. ഇത് ഓൾറെഡി തണുപ്പുണ്ടാവും, ചിലർക്ക് ഈ തണുപ്പ് മതിയാവില്ല. ശരി, ഐസ് ഇടുന്ന തണുപ്പിന് മാത്രമല്ല കേട്ടോ ശരിക്ക്. ഐസ് ഇടുന്ന ശരിക്കും ഇതിനും കൂടിയാണ് അതിൻ്റെ ഒരു കുറച്ചും കൂടി ഡയലൂട്ട് ആവാനും കൂടി വേണ്ടിയിട്ടാണ്. സ്ട്രോങ് കുറച്ച് കുറയും. കോഫിക്കൊക്കെ ഒരു പുളി കണ്ട് പോകും. അതേപോലെ ഇതിനും ഞങ്ങൾ മിറിണ്ട മറ്റേ ഹംദിയാത്ത് കഴിഞ്ഞിട്ടാണ് പരിചയക്കാൻ. ഹംദിയാത്ത് കഴിഞ്ഞിട്ടുണ്ട് ഐസ് ക്യൂബ് വെക്കണം. അപ്പോൾ അതൊക്കെ ഓൾറെഡി തണുപ്പ്, എനിക്ക് അത്ര തണുപ്പൊന്നും കുടിച്ചാൽ എന്തൊക്കെ പ്രശ്നമായി. പക്ഷേ പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ ഡയലൂട്ട് ആകാനും കൂടി വേണ്ടിയിട്ടാണ് കാരണം. അതൊക്കെയാണ് ലോഞ്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ മദ്യമൊന്നും വിളമ്പണില്ല എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവാണ്. അതായത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ലോഞ്ച് കയറാം. സൗദീൻ്റെ ഫ്ലൈറ്റിന് നമുക്ക് ധൈര്യമായിട്ട് ഫുഡുകൾ കഴിക്കാം. പിന്നെ സൗദീൻ്റെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സൗദി ഫ്ലൈറ്റ്. ഞാൻ കണ്ട പോസിറ്റീവുകളെന്നൊക്കെ അറിയാം. അന്ന് ഇതേപോലെ മദ്യമൊന്നും വിളമ്പില്ല. പിന്നെ ചില ഫ്ലൈറ്റുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, ചെറിയൊരു റൂം ഉണ്ടാവും. വേറെ ഏതൊക്കെ ഫ്ലൈറ്റിലേതുണ്ട് അറിയില്ല. പൊതുവെ നമ്മുടെ നാട്ടിലെ ഫ്ലൈറ്റുകളിലൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കറിയില്ല, മറ്റേ GCC കൺട്രീസിൻ്റെ ഫ്ലൈറ്റുകളിൽ ചിലപ്പോൾ ഉണ്ടാവാം. സൗദീൻ്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നി. അതേപോലെ തന്നെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ബിസ്മില്ലാ തവക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് അതൊരു വല്ലാത്തൊരു ഫീലിംഗാണ്. നമ്മളെന്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട തന്നെ ഉണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ നന്മയായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യുമ്പോൾ ബിസ്മില്ലാ ചൊല്ലിക്കാണ്ട് തുടങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഒരു അവസ്ഥ ഉണ്ടല്ലോ. സ്വലം പറഞ്ഞില്ല, ബിസ്മി ചെല്ലാതെ തുടങ്ങുന്ന ഒരു സംഗതി അത് അപൂർണ്ണമാണ്. അപ്പോൾ ബിസ്മി ചെയ്യണം, ബിസ്മില്ലാ തവക്കൽനാ അലല്ലാഹ് പറഞ്ഞിട്ട് കണ്ടെടുക്കും. ഓലെ പരിചയപ്പെടുത്തിയത് ഞാൻ പൈലറ്റ്. പിന്നെ എല്ലാവർക്കും ഖൈറുണ്ടാകട്ടെ. ഞങ്ങൾ സൗദീൻ ഈ ഫ്ലൈറ്റ് ചൂസ് ചെയ്തതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബിസ്മില്ലാ തവക്കൽനാ അലല്ലാഹ് എന്നിട്ട് പറഞ്ഞ ഒറ്റ പള്ളിക്കൽ. അത് വേറെ ഫീലിംഗാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ ഫീലിംഗ് ഉണ്ടായത് നമ്മൾ ഉംറ ചെയ്തിട്ട് നമ്മൾ മുടി എടുക്കുമല്ലോ. അപ്പോൾ അവർ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ബ്ലേഡ് എടുത്തിട്ട് പുതിയ ബ്ലേഡ് എടുത്ത് പൊട്ടിക്കും, ബിസ്മില്ലാ പറഞ്ഞിട്ട് കണ്ട് ക്ലീൻ ചെയ്യും, ഷേവ് ചെയ്യും. അപ്പോൾ ബിസ്മില്ലാ പറഞ്ഞിട്ട് അതുപോലെ ഡോക്ടർമാർ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ബിസ്മില്ലിട്ട് ഇഞ്ചക്ഷൻ ചെയ്യും. ബ്ലഡ് എടുക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് സൗദി നാടുകളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും നല്ല ദീന ബോധമുള്ള ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു പ്രത്യേക ഫീലിംഗാണ്. ഇതാണ് ലോഞ്ചിൻ്റെ വിശേഷങ്ങൾ. പിന്നെ യാത്രേനെ കുറിച്ച് പറയുമ്പോൾ യാത്ര
അസഫറൊക്കെ ചോറ്റുമില്ലാതെ മുമ്പ് പറഞ്ഞിരുന്നല്ലോ പ്രയാസങ്ങളുണ്ടാകാം. നോമ്പ് ഇളവ് തന്നിട്ടുണ്ട് നമുക്ക്. അതേപോലെ പല വിഷയങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുന്ന വിഷയങ്ങളാണ്. നിസ്കാരം ഖസറാക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഖസറാക്കണം പറ്റുന്ന നിസ്കാരങ്ങളപ്പോൾ വേറെ അസറുമാക്കി ഇഷാവും നമുക്ക് വേറും അസറും ഇഷാവും ഇത് മൂന്നാണ് നമുക്ക് ഖസറാക്കാൻ പറ്റുക. ഇപ്പോൾ 4 നമ്മൾ വലിയ യാത്രയാണെങ്കിൽ 19 കിലോമീറ്റർ മുകളിലുള്ള യാത്രയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഖസറാക്കണം. അത് നമ്മൾ സ്വീകരിക്കേണ്ട അളവാണ്. ജംഅ എന്ന് പറയുമ്പോൾ അത് ഹാജ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഹാജല്ല, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ നോർമലി ഒരു നാട്ടിലൊരു വണ്ടിയിൽ കാറിലോ ബസ്സിലോ പോകുമ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ലോറിൻ്റെ സമയത്ത് ആദ്യം ഇറങ്ങി നിസ്കരിക്കാൻ പറ്റും, പിന്നെ അസറിൻ്റെ സമയത്ത് വേറെ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേറെ നിസ്കരിച്ചാൽ മതി. അപ്പോൾ ജംഅ ആക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഖസറാക്കാം. ലോറ സമയത്ത് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച് ഖസർ മാത്രം നിസ്കരിച്ചിട്ട് ലോറ ഖസറാക്കിയിട്ട് പിന്നെ അടുത്ത സമയത്ത് അസർ ഖസറാക്കാം. ഹാജ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അസർ നമുക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഖസർ നമുക്ക് യാത്രയിൽ എപ്പോഴും സ്വീകരിക്കാം. ജംഅ യാത്രയിലും അതല്ലാത്ത സമയത്തും ഹാജ് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ജംഅ ആക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജംഅ ആക്കാതിരിക്കണം വേണ്ടത്. എന്നാൽ ഖസർ നമുക്ക് ചെറിയ അളവ് വലിയ യാത്രയാണെങ്കിൽ 80 കിലോമീറ്ററിൽ കൂടുതലുള്ള യാത്രയാണെങ്കിൽ നമുക്ക് ഖസറാക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഖസറും ജംഅ തമ്മിൽ വ്യത്യാസം. പിന്നെ ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ മുസല്ല ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ എഴുതിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതിൽ പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പോ ശേഷമോ നിസ്കാരം ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജംഅ ചെയ്തിട്ടെങ്കിലും ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പാണ് കയറിയത്, ബാങ്ക് കൊടുക്കണതിൻ്റെ മുമ്പ്. അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഫ്ലൈറ്റ് കയറ്റി, നമുക്ക് പുറത്തുനിന്നപ്പോൾ നിസ്കരിക്കാൻ പറ്റിയ സാഹചര്യമല്ല. നമ്മൾ മഗ്രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മഗ്രിബ് അപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇരുന്ന് നിസ്കരിക്കണം അല്ല, അപ്പോൾ നമുക്ക് ജംഅ ആക്കാൻ പറ്റും. കാരണം നമുക്ക് നിന്ന് നല്ല രൂപത്തിൽ നിസ്കരിക്കണമെങ്കിൽ, പൂർണ്ണ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിന്ന് നിസ്കരിക്കണമെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ജംഅ ആക്കാൻ പറ്റും. അപ്പോൾ ജംഅ ആക്കാം. അപ്പോൾ നമ്മൾ ജംഅ ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യരുത്, സമയത്തെറ്റ് വിചാരിച്ചിട്ട് ഫ്ലൈറ്റ് നിസ്കരിക്കില്ല, ജംഅ ആക്കാൻ നിയത്താക്കുക, എന്നിട്ട് ജംഅ തഅഖീറാക്കാം. അതേപോലെ തിരിച്ചും ജംഅ തഖ്ദീമാക്കണം, നമുക്ക് ജംഅ തഖ്ദീമാക്കാം. അപ്പോൾ ളുഹറിൻ്റെ സമയത്ത് നമ്മൾ കയറുമ്പോൾ പിന്നെ അസർ കഴിഞ്ഞ് മഗ്രിബിൻ്റെ സമയത്താണ് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ മഗ്രിബ് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് എത്തുന്നുണ്ടെങ്കിൽ ളുഹറിൻ്റെ കൂടെ നമുക്ക് ജംഅ ആക്കാം. അതാണ് ജംഅ ആക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. പിന്നെ ഇരുന്ന് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. നമ്മളെ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, നിൽക്കാൻ പറ്റും, റുക്കൂക്കും സുജൂദുക്കും പോകാനേ പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിക്കുമ്പോൾ നിന്ന് നിസ്കരിക്കണം, അഥവാ ഖിയാമിൽ നമ്മൾ നിൽക്കണം. ഇപ്പോൾ പള്ളിക്കൊക്കെ വരുമ്പോൾ ആൾക്കാർ കസാലേറ്റ് വന്നിട്ടോടെ ഇരിക്കും, തുടക്കം മുതലേ ഇരിക്കും. നിൽക്കാൻ പ്രയാസം ഉണ്ടാവില്ല. റുക്കൂക്കും സുജൂദുക്കും പോകാൻ പ്രശ്നമുള്ളൂ. പക്ഷേ ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണ്, അപ്പോൾ ഫുൾ ഇരുന്ന് നിസ്കരിക്കുക അങ്ങനെയല്ല. അപ്പോൾ ഇമാമ് ഫാത്തിഹയും പിന്നെ ഫർദ് നിസ്കാരത്തിൽ കേട്ടോ, പിന്നെ ഫർദ് നിസ്കാരത്തിൽ ടൈമിന് നിൽക്കൽ എന്താണ്, റുക്കിന് നമുക്കറിയാം. അപ്പോൾ ഫാത്തിഹ സൂറത്തൊക്കെ ഓതണ ഖിയാമിൻ്റെ സമയത്ത് നമ്മൾ ഇമാമിൻ്റെ കൂടെ നിൽക്കുക ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ഇമാമല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും അപ്പം നമ്മൾ നിൽക്കുക ചെയ്യേണ്ടത്. കാരണം നിൽക്കാൻ നമുക്ക് പ്രയാസമല്ല. നിൽക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഓക്കെ, നിൽക്കാൻ പ്രയാസമുള്ളതെങ്കിൽ അതൊക്കെ ഇരിക്കാം. നിൽക്കാൻ പ്രയാസമില്ലെങ്കിൽ നിന്ന് നിസ്കരിക്കണം. എന്നിട്ട് റുക്കൂക്കും സുജൂദുക്ക് പോകുമ്പോൾ പിന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, റുക്കൂവും സുജൂദും ചെറിയ രൂപത്തിൽ റുക്കും കൂടുതൽ ആയിട്ട് കുഞ്ഞുകൊണ്ട് സുജൂദും ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷേ അത് നമുക്ക് മറ്റൊരിക്കലും ചർച്ച ചെയ്യാം, വീഡിയോ ചെയ്യണം വിചാരിക്കേണ്ടത്. പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ പൊതുവെ യാത്രേൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് കുറച്ച് തിരക്കുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എന്തെങ്കിലും യാത്രക്ക് വേണ്ടി സാധനങ്ങൾ ഒരുക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില തിരക്കുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ആ തിരക്കുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ വായന മുടങ്ങിയത്, നമ്മളെ ഖുർആൻ പാരായണം, മുറാജ മുടങ്ങിയതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ യാത്രയിൽ നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയും. യാത്രയിൽ ഒരുപാട് സമയം ഫ്രീ ഉണ്ടാവും. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ലോക്കാവും എന്ന് പറഞ്ഞാൽ അതൊരു ഹൈറാണ്. കാരണം നെറ്റ് കിട്ടൂല. അപ്പോൾ നെറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഖുർആൻ അങ്ങനല്ല, നമുക്ക് എന്തായാലും ഖുർആൻ പാരായണത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റും. വേറെ പ്രയാസങ്ങളും കോൾ വരെ
പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണ് വാട്സാപ്പിലോ പിന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും അയച്ചു കൊടുക്കേണ്ടതോ പിന്നെ അങ്ങനത്തെ ഇടപെടലുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്രീ ആണ്, പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ഒരു രൂപമാണ്, നമുക്ക് ഫ്രീ ആവുന്ന ഒരു രൂപമാണ് ഈ യാത്രകളിലൊക്കെ. പൊതുവെ പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ ഇപ്പോൾ 4-5 മണിക്കൂറൊക്കെ യാത്ര നമുക്ക് ഓതാം, പിന്നെ ദിക്റുകൾ ചെല്ലാം, പിന്നെ കേൾക്കാം, പോഡ്കാസ്റ്റുകൾ, നല്ല ക്ലാസ്സുകൾ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഖുർആൻ പാരായണം കേൾക്കാം, ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാൻ കഴിയും. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാത്രയിൽ ഒരുപാട് സമയം നമുക്ക് ഫ്രീ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും അത്രയും നഷ്ടമാണ്, നമ്മുടെ സമയം പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ മറിച്ച് ഇങ്ങനെ ഒരു ഹിഫ്ള് പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ ഹിഫ്ള് പഠിക്കണം എന്നില്ല, അത് മറ്റൊരുക്കെ പറയാം, ഹിഫ്ള് പഠിക്കാത്ത ആൾക്കാർ തന്നെ സുബ്ഹാനല്ലാഹ് കുറേ ഓതുന്നുണ്ട്. മുമ്പ് ഒരു കുവൈത്തുള്ള ഒരു അറബിനെ കുറിച്ച് കിട്ടുന്നുണ്ട്. ഒരു ഹിഫ്ള് പഠിച്ചിട്ടൊന്നുമില്ല, ഹാഫിളൊന്നുമില്ല, പക്ഷേ ഡെയിലി അയാൾ 3 ജുസ് ഓതും. എത്ര ഡെയിലി 3 ജുസ് അയാൾ ഓതും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹിഫ്ള് പഠിച്ചവർ എന്തായാലും ഓതണം, അതാണ് ഞാൻ അങ്ങനെ പറയണത്. അവർക്ക് എന്തായാലും മുറാജ ചെയ്യണമല്ലോ, ഇത് മറക്കാതെ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ അതിന് യാത്ര ഒരു അവസരമാണ് ശരിക്കും. അപ്പോൾ ഒന്നും തടസ്സമല്ല ശരിക്കും. രാത്രിയാണെങ്കിലും സാധാരണത്തിന് ചിലപ്പം മറ്റുള്ള ഷോകളിൽ നിന്ന് കുറച്ച് കുറയായിരിക്കും ചിലപ്പോൾ. അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവും, അതിലൊന്ന് ടൈമൊന്നും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചില മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രീ ആക്കി ഇരിക്കുമ്പോൾ കുടുംബക്കാർക്ക് കോൾ ചെയ്യാം, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കാം, പിന്നെ ചില പ്രൊജക്റ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാം, വായിക്കാം, എഡിറ്റിങ് ചെയ്യാം, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ നടക്കും. ഇതൊക്കെയാണ് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം. പിന്നെ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ പല വിഷയങ്ങളുണ്ട്. പിന്നെ ഒന്ന് കണ്ണ് താഴ്ത്തുക, പിന്നെ കൂടുതൽ തിന്മകൾക്കൊക്കെ സാഹചര്യങ്ങൾ ഒരു പക്ഷേ വരാം. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കണ്ണ് താഴ്ത്തുന്ന വിഷയമായാലും അതേപോലെ സിനിമകൾ കാണുക, മ്യൂസിക്കുകൾ കേൾക്കുക, പിന്നെ അങ്ങനത്തെ ഓരോ വിഷയങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില ആളുകൾക്ക് ചില യാത്രയിലാണ് ഓരോരുത്തർ പരിചയപ്പെട്ടിട്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഏത് സമയത്തും തക്കില്ല ഹൈഫമപ്പോൾ ഏത് സന്ദർഭങ്ങളിലായാലും നമ്മളെല്ലാം സൂക്ഷിക്കാം. അപ്പോൾ അതൊക്കെയാണ് യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില ഓർമ്മ വന്നപ്പോൾ ഉണർത്തുന്ന ചില കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് എന്നാലും മറ്റൊരു അവസരത്തിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.